ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാഹീസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് പൊട്ടാറ്റോ റിങ്സ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ 1 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ ആയിട്ടുള്ള പൊടിയായിട്ടുണ്ട് നമ്മുടെ റവ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ വേവിച്ച് വെച്ച 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചു കൊടുക്കാം. ഒരു ഫ്രൈ പാനിലോട്ട് നമുക്ക് ഇനി 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി റവ കുഴച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നതോടൊപ്പം നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് കുഴച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നമുക്ക് ഇനി ഇതൊന്ന് പൊടിയിട്ടിട്ട് നല്ലവണ്ണം പരത്തിയെടുക്കാം. ഇത് സ്മോൾ സർക്കിൾസ് ആയി കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ അടപ്പോ എടുത്ത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇത് ഓരോന്നും വേർതിരിച്ചു വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. പൊട്ടാറ്റോ റിങ്സ് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. പൊട്ടാറ്റോ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.